പ്രൈസ് ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കും സ്നേഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് രാജാവിന് തൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പല രാജ്യങ്ങളുമായിട്ട് തനിക്ക് യുദ്ധമുണ്ടായി, ശൗലുമായിട്ട് യുദ്ധമുണ്ടായി എന്ന് വേണ്ട പല കാര്യങ്ങളും തനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. ഫെലിസ്ത്യരോടുള്ള യുദ്ധം, ഗോലിയാത്തിനോടുള്ള യുദ്ധം തൻ്റെ ചെറുപ്പത്തിലെ താൻ പോരാടി ജയിച്ചവനാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ കൂടെ കടന്നുപോയി, അവിടെയെല്ലാം തനിക്ക് ജയമുണ്ടായി. തൻ്റെ സകല ശത്രുക്കളെയും കീഴടക്കുവാൻ തനിക്കൊരു കൃപ ദൈവത്തിൽ നിന്ന് കൊടുത്തു. എങ്കിലും തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില പോരായ്മകൾ ദേശത്തുകൂടെ ആടിക്കൊണ്ടിരുന്നു. അങ്ങനെ താൻ ഒരു പരിഹാരം അതിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിൻ്റെ അനന്തരഫലം എന്താണെന്നൊക്കെ ദൈവസന്നിധിയിൽ താൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെപ്പറ്റി ഒരു മനോഹരമായ സങ്കീർത്തനം ചമച്ചു. അതാണ് 2-ാം സങ്കീർത്തനം. അതിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ താൻ ചോദിക്കുകയാണ്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? കാരണമറിയില്ല. ചിന്തിച്ചിട്ടും രാജ്യങ്ങളെ കീഴടക്കിയവൻ, രാജാക്കന്മാരെ സംഹരിച്ചവൻ, അനേക ശത്രുക്കളെ വീഴ്ത്തിയവൻ, സമാധാനം സൃഷ്ടിച്ചവൻ, ഇസ്രായേൽ രാജ്യത്തെ നല്ല ശക്തിയോടുകൂടെ ഊർജ്ജസ്വലതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു വഴിയിൽ കൂടെ ആ ജനത്തെ നടത്തിയവൻ ദൈവസന്നിധിയിൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതിൻ്റെ കാരണമെന്താണ്? ചില വഴക്കുകളൊക്കെ പറഞ്ഞൊതുക്കിയാൽ അങ്ങ് ഒതുങ്ങും, തീരും. എന്നാൽ ചിലത് തീരത്തില്ല. ചില കലഹങ്ങൾ, ചില ഏതെല്ലാം രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നാലും ചില കലഹങ്ങൾ തീരത്തില്ല, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടും. നമ്മുടെ ദേശത്തും രാജ്യത്തുമൊക്കെയുള്ള ചില കലഹങ്ങൾ അങ്ങനെയുള്ളതാണ്. ഇവിടെ ദാവീദ് സംസാരിക്കുന്നത് അന്യരാജ്യങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചല്ല, ഇൻറ്റേർണൽ, ആ രാജ്യത്തിനകത്ത് ആന്തരികമായി നടക്കുന്നതായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ജാതികൾ കലഹിക്കുന്നത് എന്താണ്? ഞാൻ സമാധാനമുണ്ടാക്കിയിട്ടും അവരുടെ ഇടയിൽ വീണ്ടും കലഹങ്ങൾ, എന്നിട്ട് വംശങ്ങൾ പലരും വ്യർത്ഥമായതിനെ നിരൂപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം വീണ്ടും വീണ്ടും സാധിക്കുമെന്നുള്ളതായ ഒരു ആശയോടുകൂടി അവർ നിരൂപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? തനിക്ക് മനസ്സിലാക്കാൻ വളരെ നാളുകൾ എടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ധ്യാനത്തിന് വേണ്ടി ഇരുന്നപ്പോൾ ഓരോന്നായി തൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. 2-ാം വാക്യത്തിൽ ആ പ്രശ്നങ്ങളുടെ ഒരു പരമ്പര താൻ ആരംഭിക്കുകയാണ്. എന്താ പറയുന്നറിയാം? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ഒക്കെ എഴുന്നേറ്റ് അവർ തമ്മിൽ ആലോചിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിലെ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു ഒത്തൊരുമ, ഒരൈക്യം. ഈ ദാവീദിനെ മാത്രം അതിനകത്ത് കൂട്ടുന്നില്ല, പുറത്തുള്ള ഒരൈക്യം, പുറത്തുള്ള ഒരു ദുരാലോചന, ഒരു കൂടിയാലോചന. അവരൊക്കെ തമ്മിൽ പല കാര്യങ്ങളിലും ഐക്യത കുറവുണ്ടെങ്കിലും, പല വിഷയങ്ങളിൽ അവർ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിലും ശരി, ആ തർക്കങ്ങളെയെല്ലാം മറന്ന് അവർ ഒരു വിഷയത്തിൽ ഏകോപിതരാകുന്നു, സംയോജിക്കുന്നു, ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തുന്നു. ഒരു പരിശ്രമത്തിൻ്റെ വക്കിലേക്ക് അവർ ഒന്നിച്ച് കടന്നു വരികയാണ്. എന്താണ് അവരുടെ വിഷയം എന്നറിയാമോ? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി അവർ എഴുന്നേറ്റ് അവർ പറയുകയാണ്, നാം ഒത്തുചേർന്ന് അവരുടെ കെട്ടുകളെ പൊട്ടിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. കാരണം അവരുടെ കെട്ടുകളും അവരുടെ കയറുകളും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വാഴ്ചയ്ക്ക് ഒരു സ്ഥാനമില്ല. നീണ്ടു നിൽക്കുന്ന ഒരു വാഴ്ച നമുക്ക് ലഭിക്കുകയില്ല. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതിനവകാശമുള്ളവൻ വരുവോളം ആർക്കും അത് കൊടുക്കുകയില്ല എന്ന് പ്രവാചകന്മാർ മുഖാന്തരം മുന്നരുളി ചെയ്തതായ വചനങ്ങൾ
ഈ ഭൂമിയിലെ രാജാക്കന്മാരുടെ ചെവിയിൽ നിന്ന് ഊളമിട്ട് സംസാരിക്കുന്നുണ്ട്. മകുടം നീക്കുന്നവൻ, കിരീടമെടുത്തു കളയുന്നവൻ ഒരുവനുണ്ട്, എന്നാൽ അതിന് അവകാശി ഒരുവനുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകളിൽ പലതും അത് കൂട്ടിച്ചേർത്തു. ഇത് അവകാശി വരുന്നു, നാം അവനെ കൊന്നുകളക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവകാശിയുടെ മേളിൽ ഉള്ളതായ ഒരു വിരോധം, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവകാശികളായി തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ മേളിലും ആ വിരോധം നിലനിൽക്കുക, എഴുന്നേൽക്കുക. ദാവീദ് അതിനെയാണ് കൊണ്ട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. താൻ എഴുതി തുടങ്ങുന്നത് യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി. ഇതൊക്കെ കണ്ടും കൊണ്ട് സ്വർഗത്തിലൊരു ചിരി, സ്വർഗത്തിലൊരു പരിഹാസം. എന്താണെന്നറിയാമോ? നീ എത്ര വിചാരിച്ചാലും ശരി, ഞങ്ങൾ തമ്മിലുള്ളതായ ഐക്യം വിട്ടുകളയുക സാധ്യമല്ല. എൻ്റെ ജനത്തെ മറന്നു കളയുവാൻ സാധ്യമാകുകയില്ല. അവരെൻ്റെ നിയമത്തിന് കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം, അവരെന്നിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നിടത്തോളം കാലം, ഞങ്ങൾ തമ്മിലുള്ളതായ കെട്ടുകളെ അറുത്ത് കളയുവാൻ രാജാക്കന്മാരെ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ മത്സരം കേവലം അഭിഷക്തനും യഹോവയ്ക്കും വേണ്ടി ഉള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു മത്സരമാണെങ്കിലും ശരി, അവകാശി അധികാരി എന്ന് പറയുമ്പോൾ അത് സകലരിലും ഒരു അസൂയാവഹമായ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കും. യെസ്, അത് രാജ്യാന്തര തലത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്ന് താണിറങ്ങി കുടുംബത്തിൽ കയറി വ്യക്തികളിൽ അത് അവശേഷിക്കും. അങ്ങനെ വ്യക്തികളിൽ ഈ സ്പിരിറ്റ് അവർക്ക് വിരോധമായി പ്രവർത്തിക്കും. അതിനുശേഷം കുടുംബത്തിൽ പ്രവർത്തിക്കും, അതിനുശേഷം ആത്മീയ ഗോളത്തിൽ പ്രവർത്തിക്കും, ഭൗമിക ഗോളത്തിൽ പ്രവർത്തിക്കും, പോകുന്നിടത്തൊക്കെ പ്രവർത്തിക്കും. നാം അവരുടെ കെട്ടുകളെ അറുത്ത് കളക. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ അഭിഷക്തനോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരുവൻ അഭിഷക്തനാണെങ്കിൽ, അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ, അവന് വിരോധമായി ഒരൈക്യത വെളിയിൽ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതായ ഒരു രഹസ്യം ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നീ എത്ര പ്രബലനാണെങ്കിലും ശരി, നീ വിചാരിക്കുന്ന ചില ശത്രുക്കളായിട്ടുള്ളവർ നിനക്ക് വിരോധമായിട്ട് ഒന്നുചേരുന്നുണ്ട്. അത് കാണുവാൻ നിൻ്റെ കണ്ണുകളെ തുറക്കണം. അതിനെ നേരിടാൻ എങ്ങനെ നിനക്ക് സാധിക്കും? ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്യുന്നതൻ്റെ മുൻപിൽ നീ പുത്രൻ എന്നുള്ളതായ അവകാശം നഷ്ടപ്പെടുത്താതെ നിൻ്റെ പുത്രത്വത്തെ നിൻ്റെ കരത്തിലേന്തിക്കൊണ്ട് ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിവുള്ളവർക്ക് വേണ്ടി സ്വർഗം സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്. അതേ സങ്കീർത്തനത്തിൻ്റെ 6ഉം 7ഉം വാക്യത്തിൽ ശത്രുവിനോട് ദൈവം പറയുന്ന വാക്ക്, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതിനുശേഷം ആ രാജാവിനോട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ലജ്ജയും കൂടാതെ സ്വർഗം ദൈവമക്കൾക്ക് വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്, നീ എൻ്റെ പുത്രൻ. തീർച്ചയായിട്ടും ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുന്നതായ രചന, ഈ കാവ്യമായ രചന, സർവശക്തനായ ദൈവത്തെയും തൻ്റെ പുത്രനെയും കുറിച്ചുള്ളതായ ഒരു അടിസ്ഥാന കാവ്യമാണെങ്കിലും ഈ കാവ്യ ഭംഗി അലിഞ്ഞ് ചേർന്ന് ഇറങ്ങി വരുന്നത് ദൈവമക്കളുടെ ആത്മീക ഗോളത്തിലേക്കാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ്. നിന്നെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ശത്രു ആദ്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്വന്തമായ ജീവിതത്തിൽ, പേഴ്സണൽ ജീവിതത്തിൽ, അതിനുശേഷം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കെട്ടുകളെ പൊട്ടിക്കും, എഗ്രിമെൻറ്റുകൾ തകർക്കും, തമ്മിലുള്ളതായ വിശ്വാസ്യതയെ നശിപ്പിക്കും, ഐക്യമില്ലായ്മ കൊണ്ടുവരും, അവിടെ തകർച്ച കൊണ്ടുവരും, പോരിന് വേണ്ടി ഇറങ്ങും, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങും, പരസ്യമായിട്ട് തമ്മിൽ കുറ്റങ്ങളെ ആരോപിക്കും, ഐക്യത നഷ്ടപ്പെടുത്തും. അതിനുശേഷം അവരുടെ കയറുകളെ എറിഞ്ഞു കളക എന്ന് പറഞ്ഞാൽ ആശയവിനിമയ ബന്ധങ്ങളെല്ലാം തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഇവ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നിന്ന് നമ്മെ വിച്ഛേദിക്കുന്നതിന് മുമ്പ് ശത്രു നമ്മുടെ കുടുംബത്തിൽ, സഹോദരങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ ഉള്ളതായ ബന്ധം വിച്ഛേദിക്കും. തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ
ഒരു തിരിച്ചുവരവിന് വേണ്ടി സാധ്യമല്ലാത്ത രീതിയിൽ കയറുകൾ എറിഞ്ഞു കളയും. കമ്മ്യൂണിക്കേഷൻ വയറെല്ലാം ദൂരേറി. പിന്നെ എങ്ങനെ വരാനാ? ആശയവിനിമയങ്ങളൊന്നുമില്ലാതെ, തമ്മിൽ സംസാരമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ ആഗ്രഹങ്ങളും ആശയങ്ങളും കുറവുകളും കുറ്റങ്ങളും തമ്മിലുള്ളതായ ഒരു ഐക്യത്തിന് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രീതിയിൽ കയറുകൾ ദൂരെ എറിഞ്ഞു കളയും. വളരെ വിദൂരമായ ആ അവസ്ഥ. ആശയമുണ്ടെങ്കിലും അതിൽ തമ്മിൽ യോജിക്കാത്ത അവസ്ഥ. അങ്ങനെ വന്ന് സർവശക്തനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടി ഒരു മുന്നറിയിപ്പ് ദാവീദ് പറയുകയാണ്. യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ ഒക്കുന്നു. അവർ തമ്മിൽ മത്സരമില്ലാതെ ഒറ്റ വാക്കിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നത് കാണുവാൻ നിൻ്റെ കണ്ണുകളെ തുറക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ചോദ്യം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്താണ് കർത്താവേ? പല പ്രാവശ്യം പറഞ്ഞു തീർത്ത വിഷയങ്ങൾ, ഐക്യമായിട്ടുള്ളതായ വിഷയങ്ങൾ പരിഹാരമാക്കിയത് വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നതിൻ്റെ കാരണം എന്താണ് കാരണമെന്നറിയാമോ? പുത്രത്വത്തിന് വിരോധമായി. നീ പുത്രനെങ്കിലോ അവകാശിയാകുന്നു. നിൻ്റെ പുത്രത്വം നിന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, അവകാശം നിന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ഒരു ശക്തി പുറകിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുവാൻ തക്ക ഒരു ആത്മബലം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി കാവൽ നിൽക്കും. സ്വർഗം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ആ സ്വർഗം പറയുന്നതായ ഒരു കാര്യം ശത്രുവിനോട് പറയുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതിനുശേഷം ആ രാജാവിനോട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്ന വാക്കാ, നമ്മൾ പറയുന്നതല്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ നമുക്ക് നൽകിയതായ കൃപകളെ നഷ്ടപ്പെടുത്താതെ, നിനക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നിനക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടാകുമ്പോൾ, ഐക്യത കുറവുണ്ടാകുമ്പോൾ തിരിച്ചറിയുക. ചിലതിൻ്റെയൊക്കെ ആരംഭം നീയായിട്ടുണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടാളിയായിട്ടുണ്ടാക്കുന്നതല്ല, നിൻ്റെ ബന്ധുവായിട്ടുണ്ടാക്കുന്നതല്ല, നിൻ്റെ കുടുംബങ്ങൾ ഉണ്ടാക്കുന്നതല്ല, മാതാപിതാക്കൾ ഉണ്ടാക്കുന്നതല്ല. സംബഡി ഈസ് വർക്കിംഗ് ബിഹൈൻഡ്. ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ആരാണത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്താണ്? ഭൂമിയിലെ രാജാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന രാജ്യത്വങ്ങളുണ്ട്. ആ രാജ്യത്വത്തിന് നീ അവകാശമാക്കുവാൻ പോകുന്ന അവകാശ തത്വത്തെക്കുറിച്ചുള്ളതായ ഒരു അംഗീകാരം അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചെവിയിൽ ഊളമിട്ട് സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതിന് അവകാശമുള്ളവൻ വരുവോളം ആർക്കും അത് കൊടുക്കുകയില്ല. അപ്പോൾ അവരൊക്കെ കൈവശം വെച്ചിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ വ്യർത്ഥമാണ്, പാഴാണ്, അത് തീരുന്നതാണ്, അത് നിത്യമല്ല എന്നുള്ളതായ ഒരു ബോധം അവരിലുള്ളതിനാൽ അവർ ഈ നിത്യമായതിനു വേണ്ടി, ബന്ധത്തിന് വിരോധമായി അവർ പ്രവർത്തിക്കും. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ജീവിതങ്ങളെ ദൈവം പരിപാലിക്കും. അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അവർക്ക് വേണ്ടി ശത്രുവിനോട് ദൈവം പറയും, ഇവൻ എൻ്റെ പുത്രനാണ്, ഞാൻ അവനിൽ പ്രസാദിക്കുന്നു. ആ ശബ്ദം കേട്ട് ആശ്വസിക്കാൻ, സമാധാനം ഉൾക്കൊള്ളുവാൻ, ശത്രുവിൻ്റെ മുൻപിൽ പതറാതെ നിലനിൽക്കുവാൻ തക്കാണ് ഈ കൃപ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.